ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് കോഴികൾക്ക് നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ചയായ കോഴിക്കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തിൻ്റെ നമ്മൾ കുറച്ചായിട്ട് മുരിങ്ങയുടെ ഇല, ചീരയുടെ ഇല, പിന്നെ അങ്ങനത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ കുറച്ചായിട്ട് കോഴി കുഞ്ഞുങ്ങൾക്ക് അരിഞ്ഞിട്ടോ അങ്ങനെയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ കോഴി കുഞ്ഞുങ്ങളത് ചെറുപ്പം തന്നെ അതൊന്ന് പരിചയിച്ച് കഴിഞ്ഞാലാണ് വലുതായി കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് നല്ല പ്രതിരോധശേഷി, പിന്നെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകാനായിട്ട് ഈ പച്ചിലവർഗ്ഗങ്ങൾ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലമാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളൊരു കോഴി കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു 1.5 മാസം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ കോഴി കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരാണ്ടിരിക്കാൻ അത് വളരെ സഹായകമാകും. അത് നമ്മൾ ചെറുപ്പം തന്നെ നമ്മൾ മറ്റുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് ഈ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ഈ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഈ ഇലവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് അതായത് നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി അതിലിടുക. ഈ മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അത് ആറിയതിനു ശേഷം കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കോഴി കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഈ മറ്റുള്ള വാക്സിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ തന്നെ ഇതിങ്ങനെയൊക്കെ ചെയ്ത് നല്ല കോഴി കുഞ്ഞുങ്ങൾക്ക് നല്ല പ്രതിരോധശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ കോഴി കുഞ്ഞുങ്ങളെ അധികം പുറത്തേക്കൊന്നും അഴിച്ചിടാറില്ല. അഴിച്ചിട്ട് കഴിഞ്ഞാൽ അതുപോലെ കോഴി കുഞ്ഞുങ്ങൾ എണ്ണം കുറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾ കോഴി കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ അഴിച്ചിടാറില്ല. ഇത് ഏകദേശം ഒരു 3 മാസമായിട്ടുള്ള കോഴി കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഏകദേശം കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് തീറ്റ കൊടുക്കുന്നത് വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു 1.5 മാസം 2 മാസത്തോളം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അയൽവക്കത്തെ വീട്ടുകളിൽ നിന്ന് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യും, അതും കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.